ഓക്കെ, പണ്ട് ആൾക്കാരൊരു എന്റർടൈൻമെന്റിന് വേണ്ടി സിനിമ കാണുന്നു. പക്ഷെ ഇന്ന് കൂടുതൽ ആൾക്കാരും അതിനെ കൂടുതൽ നിരീക്ഷിച്ച് അതിലെ എന്തൊക്കെയാണ് ടെക്നിക്കാലിറ്റീസിനെയൊക്കെ കുറച്ചും കൂടെ നിരീക്ഷിക്കുന്ന ഒരു തരത്തിലോട്ടുള്ള ഒരു ആൾക്കാരുടെ കാഴ്ചക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡ് മാറിയിട്ടുണ്ടല്ലോ. ആറ്റിറ്റ്യൂഡ് മാറിയിട്ടുണ്ട് എന്ന് വെച്ചാൽ അതിന് ഉദാഹരണമാണ് നേരം എന്ന് പറഞ്ഞൊരു പടം ഞാൻ വർക്ക് ചെയ്തത്. നേരം എന്ന് പറഞ്ഞ പടം വർക്ക് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ ആ പെൺകുട്ടിയുടെ മുറിയൊക്കെ ഞാൻ സെറ്റ് ഇടേണ് ചെയ്തത് ചിത്രാഞ്ജലിയിൽ. ആർക്കും അറിയത്തില്ല, ഇപ്പോഴാണ് ഞാൻ പറയുന്നത്. പെൺകുട്ടിയുടെ ആ മുറി എന്ന് പറയുന്നത് ആ നായികയുടെ ആ പെണ്ണ് റേപ്പ് അറ്റംപ്റ്റിന് വിധേയമാകുന്ന പെൺകുട്ടിയുടെ ആ മുറി നമ്മൾ ഷൂട്ട് ചെയ്തത് ചിത്രാഞ്ജലി സെറ്റ് ഇട്ടിട്ടാണ്. പക്ഷേ ആ സിനിമ കാണുമ്പോഴും അറിയത്തില്ല നിങ്ങൾക്ക് അത് സെറ്റാണെന്ന്. ലാൽ സാർ വന്ന ജനലിൽ കൂടെ നോക്കുന്നത് വരെ സെറ്റാണ്, അവിടെയല്ല, ആ വീട്ടിലല്ല ചെയ്തിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അങ്ങനെ അറിയുന്നത്. അപ്പം ഞാനത് ചെയ്തപ്പോഴത്തേക്ക് ആ പെൺകുട്ടി സ്കൾപ്ചർ ചെയ്യുന്ന പെൺകുട്ടിയാണ്, പ്രതിമ ചെയ്യുന്ന പെൺകുട്ടിയാണ്. അപ്പോൾ ആ മുറിയിൽ പ്രതിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ചുവരിലൊക്കെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു ചേഞ്ച് വരണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ നമ്മുടെ എസ്തെറ്റിക്കാണ്. ഞാൻ ഇതല്ല പറയുന്നത്, ഞാൻ തന്നെ കൈവച്ചിട്ട് കുറേ ചെളിയൊക്കെ എടുത്ത് ചുവരിലൊക്കെ തേച്ച് സ്വിച്ച് ബോർഡിലൊക്കെ തേച്ച് എല്ലാവരും ചോദിക്കും ഈ സ്വിച്ച് ബോർഡിലും അവിടെയൊക്കെ കണ്ണ് കാണാൻ വയ്യാത്ത പെൺകുട്ടി ലൈറ്റ് ഇടേണ്ട ആവശ്യമില്ലല്ലോ, ഫാൻ ഇടാമല്ലോ, മനസ്സിലായല്ലോ. അപ്പം ഞാൻ അതൊക്കെ ഇങ്ങനെ ചുവരിൽ കൈവച്ച് തേച്ച് വിട്ടു. അതൊക്കെ തേച്ച് വിട്ട് എല്ലാം കഴിഞ്ഞ് പലരും അഭിപ്രായം പറഞ്ഞു, ഇത് ഇവളിങ്ങനെ പിടിച്ച് ചുവരിൽ പിടിച്ചായിരിക്കുമായിരുന്നു മിക്കവാറും കുട്ടികൾ. അപ്പം ഞാൻ ചുമരിലൊക്കെ ഈ കൈയുടെ പാടുകൾ ചെളി വെച്ചിട്ട് ഇട്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇടുന്ന കൂട്ടത്തിൽ ഇത് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ നേരിനെ പറ്റി ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് കട്ടിങ്സിൽ ഒരാൾ അത് കണ്ടുപിടിച്ചിരിക്കുന്നു. അപ്പം ഞാനത് ചോദിച്ചു. അപ്പം ഞാൻ ഇത്രയും സ്റ്റഡി ചെയ്തിരിക്കണല്ലോ ഒരു പടത്തിനെ പറ്റി, അവൻ ഇത്രയും സ്റ്റഡി ചെയ്ത് വെച്ചിരിക്കുന്നത്. എൻ്റെ കയ്യിലുണ്ടായിരുന്നു അതിൻ്റെ ക്ലിപ്പിങ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൈയുടെ പാടുകൾ അതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ട്, അതൊരു ഹൈലൈറ്റ് ആണെന്ന് പറഞ്ഞൊരു റൗണ്ട് ഇട്ടിട്ട് അത് വന്നിരിക്കണം. അപ്പം ഞാൻ വിചാരിക്കുകയാണ്, അപ്പോൾ ഇത്രയും ആൾക്കാർ ഇതിനെപ്പറ്റി ഡീപ്പായിട്ട് റെഫർ ചെയ്യണമല്ലോ എന്നൊരു സംഭവം എനിക്ക് മനസ്സിലായി. അപ്പം നമ്മളപ്പോൾ എന്താണ്, നമ്മൾ കെയർഫുൾ ആവാനുള്ള ഇനിയും കെയർഫുൾ ആയിക്കോന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇനിയുള്ള വർക്കേഴ്സ്, ഇനിയുള്ള ആർട്ട് ഡയറക്ടേഴ്സൊക്കെ അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. ചേട്ടാ, അപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു വരവോട് കൂടി ആൾക്കാർ ഭയങ്കര റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് ഒരു പ്രീ ഡിറ്റർമൈൻഡ് മൈൻഡ് സെറ്റ് വെച്ചിട്ട് ആൾക്കാർ സിനിമ പോയി കാണുക, അങ്ങനെ ഒരു ജഡ്ജ്മെൻ്റലായിട്ട് ആൾക്കാർ സിനിമ കാണുന്നു, അങ്ങനെ ഒരു ഫീല് വന്നിട്ടുണ്ടോ? എനിക്കിപ്പോൾ തോന്നുന്നത് ജഡ്ജ്മെൻറ്റ് വെച്ചിട്ടാണ് ആൾക്കാരിപ്പോൾ സിനിമ കാണുന്നത്. അത് വലിയ ഒരു പരിധിവരെ പ്രശ്നമാണ് എന്ന് മാത്രമേ പറയണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമയുടെ റിവ്യൂ കണ്ടതിന് ശേഷം എല്ലാവരും, ഇപ്പം ഞാൻ വരെ എനിക്ക് തോന്നുന്നു ഞാൻ അഡിക്റ്റായി പോയെന്നാണ്. ഞാൻ വരെ ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ഒരു 2 മണി 3 മണി ആകുമ്പോഴത്തേക്ക് ചുമ്മാ റിവ്യൂ എടുത്ത് നോക്കും, അതിനെപ്പറ്റി എന്താണെന്ന് അറിയാനൊരു അൻസൈറ്റി. അതിൽ അഡിക്റ്റായിപ്പോയി. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് ആൾക്കാർ സിനിമ കാണാൻ പോകണമെന്നുണ്ട്. ഇപ്പം ഒരുവിധമുള്ള പടങ്ങളൊക്കെ യുവാക്കൾ, ഇപ്പം ഞാൻ വളരെ ശ്രദ്ധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ പടങ്ങളും ഇപ്പോഴത്തെ പടങ്ങളും തമ്മിൽ ഞാൻ താരതമ്യപ്പെടുത്തതല്ല. പക്ഷേ ഈ അടുത്ത കാലത്ത് ഞാൻ രാവണപ്രഭു എന്ന് പറഞ്ഞ പടം വീണ്ടും റിലീസ് ചെയ്തു. ഞാൻ വർക്ക് ചെയ്ത പടമാണ്. അപ്പോൾ എനിക്കത് കാണണമെന്ന് വെച്ചിട്ട് വൈഫും ഞാനും മോനും കൂടെ പോയി. എന്താ പ്ലസ് എന്നായിരുന്നു. ഞാൻ എന്നിട്ട് ഞാൻ രഞ്ജിത്തിനെ ഫോൺ ചെയ്തു, നമ്മുടെ ഡയറക്ടർ രഞ്ജിത്തിനെ ഫോൺ ചെയ്ത് പറഞ്ഞു, ഈ സിനിമ നമ്മൾ അന്ന് ഷൂട്ട് ചെയ്തപ്പോൾ ഞാൻ തൃശ്ശൂർ രാഗത്തിലാണ്. ഞാനന്ന് മാരേജൊക്കെ കഴിഞ്ഞു, ഞാൻ വൈഫൊക്കെ തൃശ്ശൂരായിരുന്നു എൻ്റെ വൈഫിൻ്റെ വീട്. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോഴാണ് ഞാൻ രാഗത്തിൽ പോയി കാണുമ്പോൾ ഇത്രയും ബഹളം ഇല്ലായിരുന്നു. ഇന്ന് ഞാനത് ഓരോ സീനും കാണുമ്പോഴത്തേക്ക് ഈ ആൾക്കാർ മുഴുവൻ ഇവിടെ നിന്ന് നടന്നു പോയി തിയേറ്ററിൻ്റെ സ്ക്രീനിൻ്റെ തൊട്ട് ഫ്രണ്ടിലെ സ്ഥലത്ത് പോയി ഡാൻസ് ചെയ്യണം ഓരോ പാട്ടും. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സിനിമ ഇനിയും അനിവാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കത് കണ്ടപ്പോഴേ അത് അങ്ങനെയാണ് തോന്നിയത് സത്യം പറഞ്ഞാൽ. അപ്പം അന്ന് ഇതേമാതിരി റിവ്യൂ ഒന്നും ഇല്ലായിരുന്നു. റിവ്യൂ നമ്മൾ കാണണമെന്ന് വെച്ചാൽ വല്ല കോഴിക്കോടനോ അങ്ങനെ കുറച്ച് പേര് ചിത്രഭൂമിയുടെ ബാക്കിലോ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് എഴുതുമ്പം മാത്രമേ നമ്മൾ റിവ്യൂ കാണാറുള്ളൂ. പണ്ട് ഹിന്ദു പത്രം വീട്ടിൽ വരുത്തുമായിരുന്നു, ഫാദർ ഹിന്ദു പത്രം വായിക്കുമായിരുന്നു. അപ്പോൾ ഹിന്ദു പത്രത്തിൽ മലയാളത്തിലെ സിനിമകളെ പറ്റി റിവ്യൂ നീറ്റായിട്ട് അവർ എഴുതിയിട്ടുണ്ട്. കൊള്ളൂല്ലെങ്കിൽ കൊള്ളൂല എന്ന് എഴുതും, നന്നായിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതെന്നും പറഞ്ഞ് എഴുതുന്നുണ്ട്. അപ്പം അതൊക്കെയാണ് ഞാൻ പണ്ട് വായിച്ചിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഫസ്റ്റ് ഹാഫ് കൊള്ളാമെന്നും പറഞ്ഞിട്ടാണ് റിവ്യൂ വരുന്നത്. സെക്കൻഡ് ഹാഫ് കാണാനേ ഇരിക്കണേ ഉള്ളൂ. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, കുറച്ച് 3-4 സീനിൽ കുറച്ച് ലാഗുണ്ട്, അങ്ങനെയൊക്കെയാണ് ആൾക്കാർ വിലയിരുത്തുന്നത്. അപ്പം പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ സിനിമ പലപ്പോഴും വരണത് ഞാൻ കുറ്റം പറയല്ല,
സിനിമ പോസ്റ്റർ ഒട്ടിച്ച് കഴിയുമ്പോഴാണ് എല്ലാവരും അറിയുന്നത്. ആരും ഇപ്പോഴും സിനിമയെ പറ്റി മാധ്യമങ്ങൾ പണ്ട് ചിത്രഭൂമി, ഒരുപാട് മാഗസിൻ, നാന, അങ്ങനെ സിനിമയെ പറ്റിയുള്ള ഒരുപാട് മാഗസീൻസ് ഉണ്ടായിരുന്നു. അല്ലാതെ ഈ ഒന്നാമതൊരു തിയേറ്ററിൽ നമ്മൾ പോസ്റ്റർ ഒട്ടിക്കുമ്പോഴാണ് സിനിമ അറിയണത്. അതിൻ്റെ റിവ്യൂ വരുമ്പോഴത്തേക്ക് സിനിമ കൊള്ളാമെന്ന് പറയുന്നുണ്ട്, സിനിമ കൊള്ളില്ല എന്ന് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എനിക്കിഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കാണാം എന്നൊക്കെ, അങ്ങനെയൊക്കെ ഉള്ള, എനിക്കിഷ്ടപ്പെട്ടില്ല, നിങ്ങൾക്ക് കാണാം, നിങ്ങളുടെ വിലയിരുത്തൽ അറിയട്ടെ, അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതല്ല സത്യം പറഞ്ഞാൽ